ഹായ് എവരിവൺ, നമുക്കിനി സ്ട്രക്ചർ ഉപയോഗിച്ചുള്ള അഡീഷണൽ പ്രോഗ്രാംസ് ചെയ്യാം. അഡീഷണൽ പ്രോഗ്രാംസ് നമുക്ക് ചെയ്യാൻ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ അടുത്തൊരു എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യാവുന്നത് അഡീഷൻ ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് യൂസിങ് സ്ട്രക്ചർ വേരിയബിൾ. സ്ട്രക്ചർ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു റിയൽ പാർട്ടും ഉണ്ടാവും, ഒരു ഇമാജിനറി പാർട്ടും ഉണ്ടായിരിക്കും. ആ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഉള്ള ഇപ്പോൾ എ എന്ന് പറയുന്ന നമ്പർ 40 + 30i എന്ന് പറയുന്നതാണെന്ന് വിചാരിച്ചോ, ബി എന്ന് പറയുന്നത് 20 + 60i എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് തമ്മിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കോംപ്ലക്സ് നമ്പർ ആയതുകൊണ്ട് തന്നെ റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യുക, അതേപോലെ ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യുക, അതിനുശേഷം റിസൾട്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 3 കോംപ്ലക്സ് നമ്പേഴ്സാണ് വരിക, എ ബി സി. എയും ബിയും തമ്മിൽ ആഡ് ചെയ്യിക്കുക, സിയിൽ റിസൾട്ട് സ്റ്റോർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു നമ്പറിൽ തന്നെ എ എന്ന് പറയുന്ന നമ്പറിൽ തന്നെ 2 പാർട്ട് ഉണ്ടാവും. ഒന്ന് റിയൽ പാർട്ട് ഉണ്ടായിരിക്കും, ഒന്ന് ഇമാജിനറി പാർട്ട് ഉണ്ടായിരിക്കും. രണ്ടും ഇൻറ്റിജർ നമ്പർ തന്നെയാണ്. നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ റിയൽ പാർട്ട് എൻ്റർ ചെയ്യാൻ പറയുന്ന സമയത്ത് ഫസ്റ്റ് 40 എൻ്റർ ചെയ്യണം, ഇമാജിനറി പാർട്ട് എൻ്റർ ചെയ്യാൻ പറയുന്ന സമയത്ത് അടുത്ത ഭാഗം 30 എൻ്റർ ചെയ്യണം. അപ്പോൾ അങ്ങനെ 2 സെക്ഷനായിട്ടാണ് നമുക്ക് എൻ്ററിങ് നടത്തേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റിസൾട്ടും അതേപോലെ തന്നെ റിയൽ പാർട്ട് ഉണ്ടായിരിക്കും, ഇമാജിനറി പാർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ 3 സെക്ഷനായിട്ട് നമുക്ക് ചെയ്യാനുണ്ട്. റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ആയിട്ട് റീഡ് ചെയ്യുക, റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യുക, ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യുക, റിസൾട്ട് സ്റ്റോർ ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സ്ട്രക്ചർ ഫോം ചെയ്യണം. റിയൽ പാർട്ട് റീഡ് ചെയ്യിക്കാനും ഇമാജിനറി പാർട്ട് റീഡ് ചെയ്യിക്കാനും അങ്ങനത്തെ 3 ഡാറ്റകൾ റീഡ് ചെയ്യിപ്പിക്കും വേണം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് സെക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ സ്ട്രക്ട് എന്ന് പറയുന്ന കമാൻഡിൽ സ്ട്രക്ട് കോംപ്ലക്സ് നമ്പർ ആയതുകൊണ്ട് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉപയോഗിച്ചു. നിങ്ങൾക്ക് ചെറുതാക്കി ഉപയോഗിക്കണമെങ്കിൽ കോംപെന്നോ എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. കോം ബ്രാക്കറ്റ് തുടങ്ങി സ്ട്രക്ചർ തുടങ്ങി അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വേണം. രണ്ടും ഇൻറ്റിജർ നമ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ ഞാൻ റിയൽ എന്ന് പറയുന്ന ഒരു വേർഡും കൊടുത്തു, ഇമാജിനറി പാർട്ട് റീഡ് ചെയ്യാൻ ഇൻറ്റ് ഇമാജിനറി എന്നുള്ള രീതിയിലും കൊടുത്തു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് കൊടുക്കാം. IMG വേറെ വിഷയമുള്ള കേസല്ല, ഇൻറ്റ് റിയൽ ഇമാജിനറി. അപ്പോൾ 2 വേരിയബിൾസ് കൊടുത്തു, റിയൽ ആൻഡ് ഇമാജിനറി വേരിയബിൾസ്. ഇനി ഇതിൻ്റെ എത്ര വേരിയബിൾസ് ഉണ്ടായിരിക്കും? എ ഉണ്ടായിരിക്കും, ബി ഉണ്ടായിരിക്കും, സി ഉണ്ടായിരിക്കും. അങ്ങനെ 3 തരത്തിലുള്ള വേരിയബിൾസാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ആ 3 വേരിയബിൾസിനെ നമുക്ക് സ്റ്റോർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ വാല്യൂസ് എ, ബി, സി. അപ്പോൾ ഇതേപോലെ 3 രീതിയിൽ 3 വേരിയബിൾസ് ഇതിൻ്റെ തന്നെ റിയലും ഇമാജിനറും 3 സ്ഥലത്തേക്ക് സ്റ്റോർ ചെയ്യാനുള്ള രീതിയിൽ എ, ബി, സി എന്നുള്ള രീതിയിൽ എഴുതി വെച്ചു. അതിനുശേഷം നമ്മൾ വോയിഡ് മെയിൻ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുക. ആദ്യം നമ്പേഴ്സ് റീഡ് ചെയ്യണം, അതിനുശേഷം പ്രോസസ്സിംഗ് നടത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്പേഴ്സ് റീഡ് ചെയ്യാനുള്ള കമാൻഡുകൾ എഴുതാം. അത് നമ്മൾ ബാക്കിയുള്ള ഫിൽ ചെയ്തിട്ടുണ്ട്. പ്രിന്റ് എഫ് എൻ്റർ ദ റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് എ എന്ന് പറയുന്ന നമ്പർ റീഡ് ചെയ്ത് മേടിക്കണം. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇൻറ്റ് റിയൽ എന്നും ഇമാജിനറി എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ റിയൽ എന്നും ഇമാജിനറി ഇതിൽ ഉപയോഗിക്കുന്ന സ്ട്രക്ചറിൽ ഉപയോഗിക്കുന്ന റിയൽ എന്ന് പറയുന്ന വേരിയബിളും ഇമാജിനറി എന്ന് പറയുന്ന വേരിയബിളും മാത്രം ഉപയോഗിച്ചിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വാല്യൂസ് സ്റ്റോർ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എ ബി സി എന്നുള്ളതും ബിക്കുള്ളതും സിക്കുള്ളതും ഇവിടെ കൊടുത്തു. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്ട്രക്ട് കോം എന്ന് എഴുതിയതിനു ശേഷം എ ബി സി മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്ത് വെക്കാം. നമ്മൾ ഇന്നലെ പറഞ്ഞ വേറെ മെത്തേഡ്. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ ചെയ്യുന്നതുകൊണ്ട് ആ പരിപാടി അവിടെ തീരും. അപ്പോൾ എയും ബിയും സിക്ക് വേണ്ടിയുള്ള സ്പേസ് അവിടെ വരും, റിയലും ഇമാജിനറി ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്കാനഫിൻ്റെ അകത്ത് 2% D വരണം. കാരണം വെച്ച് കഴിഞ്ഞാൽ റിയൽ പാർട്ടും റീഡ് ചെയ്യണം, ഇമാജിനറി പാർട്ടും റീഡ് ചെയ്യണം. റിയൽ പാർട്ട് റീഡ് ചെയ്യുമ്പോൾ ആംപർസൻഡ് എയുടെ റിയൽ പാർട്ടാണ് ഡോട്ട് റിയൽ. അപ്പോൾ ഈ റിയൽ എന്ന് പറയുന്ന കീവേഡാണ്, വേരിയബിൾ ആണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ എ ഡോട്ട് റിയൽ എന്ന് ഉപയോഗിക്കും. അത് കഴിഞ്ഞ് ആംപർസൻഡ് എ ഡോട്ട് ഇമാജിനറിക്ക് IMG എന്ന് പറയുന്ന വേരിയബിൾ ആണ് ഉപയോഗിച്ചത്. അപ്പോൾ എ ഡോട്ട് IMG. അതേപോലെ തന്നെ പ്രിന്റ് എഫ് എൻ്റർ ദ റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് ബി എന്നുള്ള മെസ്സേജ് പ്രിന്റ് ചെയ്യിപ്പിക്കുക. സ്കാനഫിൻ്റെ ഉള്ളിൽ 2% D കൊടുക്കുക. ആംപർസൻഡ് ബി ഡോട്ട് റിയൽ, ബിയുടെ ആണ് റിയൽ വേരിയബിൾ എടുക്കുമ്പോൾ ബി ഡോട്ട് റിയൽ എന്ന് കൊടുത്തു. അതേപോലെ തന്നെ ഇമാജിനറി പാർട്ട് റീഡിങ് ആംപർസൻഡ് ബി ഡോട്ട് ഇമാജിനറി. അപ്പോൾ ആ രീതിയിൽ 2 ഇനി നമുക്ക് പ്രോസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സി റിയൽ നമ്മൾ എന്ത് ചെയ്യണം? റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യണം, ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് സി റിയൽ ഈക്വൽ ടു എ ഡോട്ട് റിയൽ പ്ലസ് ബി ഡോട്ട് റിയൽ. അപ്പോൾ എ എന്നുള്ള റിയൽ പാർട്ട് ഇവിടെ വരും, ബി എന്നുള്ള റിയൽ പാർട്ട് ഇവിടെ വരും, 2 തമ്മിൽ ആഡ് ചെയ്യും, റിസൾട്ട് സി റിയലിൽ സ്റ്റോർ ചെയ്യും. അതേപോലെ തന്നെ സി ഡോട്ട് ഇമാജിനറി എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എ ഡോട്ട് ഇമാജിനറി എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ റീഡ് ചെയ്ത ഇമാജിനറി വേരിയബിളും ബിയിൽ റീഡ് ചെയ്ത ഇമാജിനറി വേരിയബിളും 2 തമ്മിൽ ആഡ് ചെയ്യും, അത് സി ഡോട്ട് ഇമാജ് എന്ന് പറയുന്നതിലേക്ക് സ്റ്റോർ ചെയ്തു. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷന് നമ്മൾ വേറെ വേരിയബിൾ ഒന്നും കൊടുത്തിട്ടില്ല. നമ്മൾ സ്ട്രക്റ്റിൽ ഉപയോഗിച്ചിരുന്ന അതേ വേരിയബിൾസ് ഉപയോഗിച്ചിട്ട്
റിയൽ ആൻഡ് ഇമാജിനറി അതേ സെയിം കീവേഡ് 3 പ്രാവശ്യം റിയൽ ഇമാജിനറി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഒരു ടേബിൾ, ബി എന്ന് പറഞ്ഞൊരു ടേബിൾ, സി എന്ന് പറഞ്ഞൊരു ടേബിൾ, ആ രീതിയിൽ കൺസിഡർ ചെയ്താൽ മതി. എ എന്ന് പറയുന്നതിൽ എയുടെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സ്റ്റോർ ചെയ്യും. രണ്ടാമത്തെ ടേബിളിൽ ബിയുടെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സ്റ്റോർ ചെയ്യും. മൂന്നാമത്തെ സിയുടെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് പ്രോസസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കി നോക്കാം. അതിനുശേഷം ലാസ്റ്റ് ലൈനിലെ %d %d എന്ന് പറഞ്ഞിട്ട് സി റിയലും സി ഇമാജിനറിയും പ്രിന്റ് ചെയ്യിപ്പിക്കണം. അത്രയാണ് ചെയ്യുന്നുള്ളൂ. സി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കമ്പയൽ ചെയ്ത് റൺ ചെയ്ത് നോക്കാം. കമ്പയൽ ചെയ്തു, റൺ ചെയ്തു. ഇമാജിനറി പാർട്ട് ഓഫ് എ 5 എന്ന് കൊടുത്തു. റിയൽ പാർട്ട് ഓഫ് എ എന്ന് പറയുന്നത് 5 കൊടുത്തു. ഇമാജിനറി പാർട്ട് ഓഫ് എ എന്ന് പറയുന്നത് 2 കൊടുത്തു എന്ന് വിചാരിച്ചോ. ഇനി റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് ബി എന്ന് പറഞ്ഞു ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 എന്ന് കൊടുത്തു നോക്കാം. ഇനി അടുത്തതിൽ 4 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് വരും? 5ഉം 3ഉം 8ഉം 4 2ഉം 6ഉം. അപ്പോൾ 8ഉം 6ഉം ആണ് വരിക. അപ്പോൾ നമുക്ക് നോക്കി അറിയാം 8 + 6 ആയി. അപ്പോൾ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരുന്നത് നേരത്തെ പോലെ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് വേറെ വാരിയബിൾ ഉപയോഗിക്കേണ്ട, സ്ട്രക്ചറിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്തു. ഈ റിയൽ ആൻഡ് ഇമാജിനറി എന്ന് പറയുന്ന ടേമുകൾ റിപ്പീറ്റഡ് ആയി യൂസ് ചെയ്തു. ആ ഒരു ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ പ്രോഗ്രാം വലിയ സംഭവമല്ല, പക്ഷേ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്ട്രക്ചർ എന്ന് പറയുന്ന ആ മെത്തേഡിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ എ എന്ന് പറയുന്നതിൽ 2 വേരിയബിളും വരും, ബി എന്ന് പറഞ്ഞതിൽ വേറെ 2 വേരിയബിൾ വരും, സി എന്ന് പറഞ്ഞാൽ വേറെ 2 വേരിയബിൾ വരും. അപ്പോൾ ഈ 2 വേരിയബിൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഇൻറ്റിജർ തന്നെ വന്നതുകൊണ്ട് ഇൻറ്റിജർ മാത്രമേ വരുന്നുള്ളൂ. ഇനി നമുക്ക് ഫ്ലോട്ടോ സ്ട്രിംഗ് ഒക്കെ പലതരത്തിലുള്ള വേരിയബിൾസ് വന്നാലും നമുക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റാം അതിന്. അതുകൊണ്ടാണ് ഇതിന് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ സ്ട്രക്ചറിൻ്റെ അകത്ത് ഏതൊക്കെ ഡാറ്റ ടൈപ്പ് വരണം തീരുമാനിക്കുന്നത് പ്രോഗ്രാമറാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളിവിടെ ചെയ്ത് അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ വേറൊരു കൺസെപ്റ്റ് നോക്കാം. നമുക്കൊരു എംപ്ലോയിയുടെ സാലറി റീഡ് ചെയ്തിട്ട് അത് പ്രിന്റ് ചെയ്യിപ്പിക്കുക. സാലറി എന്ന് പറയുമ്പോൾ അതിൽ പല ഭാഗങ്ങളുണ്ടായിരിക്കും. ട്രാവൽ അലവൻസ്, പിന്നെ HRA ഹൗസ് റെന്റ് അലവൻസ്, അങ്ങനെ ബേസിക് സാലറി, ഇതൊക്കെ കൂട്ടിയിട്ടായിരിക്കും സാലറി കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഒരാളുടെ പേര് റീഡ് ചെയ്യണം, അയാളുടെ വയസ്സ് റീഡ് ചെയ്യുക, അതിൻ്റെ സാലറി റീഡ് ചെയ്യിക്കുമ്പോൾ സാലറിയുടെ ബേസ് സാലറി എത്രയാണെന്ന് ചോദിക്കുക, അതേപോലെ തന്നെ DA എത്രയുണ്ട്, HRA എത്രയുണ്ട്, അതൊക്കെ കൂട്ടിയിട്ട് ടോട്ടൽ സാലറി പ്രിന്റ് ചെയ്യിപ്പിക്കുക. അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, അടുത്ത് നമുക്ക് അത് നോക്കാം. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. സാലറിയുടെ പ്രോഗ്രാം ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും വാരിയബിൾസ് വരും. അതിന് മുമ്പ് വേറൊരു സിമ്പിൾ പ്രോഗ്രാം കൂടി ചെയ്ത് നോക്കാം. നമുക്കൊരു C പ്രോഗ്രാമിങ്ങിന് നമ്മളിപ്പോൾ C പഠിക്കുന്ന പോലെ നമ്മുടെ ക്ലാസ്സിലെ ഒരു 10 കുട്ടികളുടെ മാർക്കോ അല്ലെങ്കിൽ ഒരു 5 കുട്ടികളുടെ മാർക്കോ റീഡ് ചെയ്ത് മേടിക്കുക. അതിനുശേഷം പേരും മാർക്കും റീഡ് ചെയ്ത് മേടിക്കുക. അതിനുശേഷം അതിൽ ആവറേജ് കണ്ടെത്തുക. കുട്ടികളുടെ മാർക്കുകളുടെ ആവറേജ് എത്ര ക്ലാസ് ആവറേജ് ഉണ്ട്. ഇപ്പോൾ 5 നമ്മൾ അധികം എൻട്രി ചെയ്യണ്ട. അത് എൻ്റർ ചെയ്യാൻ പറ്റാണ്ടല്ല, നമ്മൾക്ക് സമയം പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു 5 6 കുട്ടികളുടെയോ അല്ലെങ്കിൽ 10 കുട്ടികളുടെയൊക്കെ രീതിയിൽ മാർക്ക് റീഡ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് കണ്ടുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്തു നോക്കാം. അത് കഴിഞ്ഞിട്ട് സാലറിയുടെ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇതിനേക്കാളും കുറച്ച് വലിപ്പമുള്ള പ്രോഗ്രാം ചെയ്തിട്ട് സാലറിയുടെ ആകുമ്പോൾ കുറച്ചും കൂടി TA DA ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണമൊക്കെ കുറച്ച് സ്റ്റെപ്സ് കൂടുതൽ വരും. അപ്പോൾ അതിനേക്കാളും മുമ്പ് ഒരു അഡീഷണൽ പ്രോഗ്രാം കൂടി ചെയ്തിട്ട് നോക്കാം. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മാർക്ക് കണ്ടിട്ട് ആവറേജ് കാണാനുള്ളത്. അപ്പോൾ അത് സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കി നോക്കാം. കുറേ കുട്ടികളുടെ പേര് എഴുതണം, ആ പേരിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യുക, പേര് എഴുതണം, മാർക്ക് റീഡ് ചെയ്യണം, അതിന് ആവറേജ് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ഇതേപോലെ കുറച്ച് കുട്ടികളുടെ പേര് നമ്മൾ റീഡ് ചെയ്ത് പഠിക്കണം. അപ്പോൾ നമുക്ക് പേര് റീഡ് ചെയ്യിപ്പിക്കാനായിട്ട് സ്ട്രിങ് വേണ്ടി വരും. മാർക്ക് എൻ്റർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ ഇൻറ്റിജർ ഡാറ്റ വേണ്ടി വരും. അതേപോലെ തന്നെ ആവറേജ് കാണണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലോട്ടിംഗ് ഡാറ്റ വേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ 3 ഡാറ്റ ടൈപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ വേണ്ടത്. അപ്പോൾ ഓരോ കുട്ടികളുടെയും ഡാറ്റ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡാറ്റ ആ സ്ട്രക്ചറിൻ്റെ അകത്ത് ഒരു സ്ട്രക്ചറായിട്ട് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രക്ചറിൻ്റെ അകത്ത് എന്തൊക്കെ വേണ്ടി വരും? ഒരു സ്ട്രിങ് റീഡ് ചെയ്യിപ്പിക്കണം, അതായത് പേര് റീഡ് ചെയ്യണം, അതേപോലെ തന്നെ മാർക്ക് റീഡ് ചെയ്യണം, വേറെ ഒന്നും അതിൻ്റെ ഉള്ളിൽ റീഡ് ചെയ്യണ്ട. അപ്പോൾ സ്ട്രിങ് മാർക്കും റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാരക്ടറും ഒരു ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറും വേണം, ഒരു ഇൻറ്റിജർ ഡാറ്റയും വേണം. അപ്പോൾ സ്ട്രക്ചറിൻ്റെ അകത്ത് ഒരു ക്യാരക്ടറും ഇൻറ്റിജർ ഡാറ്റയും ഉണ്ടായാൽ മതി. അത് കഴിഞ്ഞ് ആവറേജ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് ഒരു ഫ്ലോട്ടിംഗ് ഡാറ്റ ടൈപ്പ് കൊടുക്കുക. അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മുടെ പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് എഴുതി നോക്കി നോക്കാം. അപ്പോൾ ആദ്യത്തെ കേസിൽ നമുക്ക് ഒരു റോൾ നമ്പർ കൂടി ആഡ് ചെയ്യാം. നമ്മുടെ നേരത്തെ പറഞ്ഞതിൽ നമുക്ക് 3 കേസും കൂടി ആഡ് ചെയ്യിപ്പിക്കാം. ഇതിൻ്റെ കേസിൽ റോൾ നമ്പർ, പേര്, പിന്നെ മാർക്ക്. അപ്പോൾ അങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് ആഡ് ചെയ്യണേ. അപ്പോൾ റോൾ നമ്പർ സ്റ്റോർ ചെയ്യാൻ ഒരു ഇൻറ്റിജർ ഡാറ്റ, മാർക്ക് സ്റ്റോർ ചെയ്യാൻ ഇൻറ്റിജർ ഡാറ്റ, പേര് സ്റ്റോർ ചെയ്യാൻ സ്ട്രിങ്, അതായത് ക്യാരക്ടർ ഡാറ്റ. അപ്പോൾ ഡാറ്റ ടൈപ്പ് അങ്ങനെ 3 ടൈപ്പാണ് നമുക്ക് ഡാറ്റ ടൈപ്പ് വേണ്ടി വരുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ക്ലിയർ ചെയ്തിടാം. ഓക്കെ,
സ്ട്രക്ട് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തു. നമുക്ക് മൊത്തത്തിൽ ആ പേര് വേരിയബിൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ST എന്നോ STU എന്നോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ടാക്കണമെങ്കിൽ ഷോർട്ടാക്കാം. ഞാൻ സ്ട്രക്ട് സ്റ്റുഡൻറ്റ് എന്നുള്ള പേര് കൊടുത്തു. അതിൽ ക്യാരക്ടർ റീഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നെയിം എന്ന് പറഞ്ഞ ഒരു അറേ ഡിഫൈൻ ചെയ്ത് വെച്ചു. അതിൽ 30 ലൈൻ ക്യാരക്ടേഴ്സ് വരെ റീഡ് ചെയ്യിക്കാം. അപ്പോൾ ഒരു കുട്ടിയുടെ പേര് 30 ലെറ്റേഴ്സ് വരെ വരാം. ഇനി റോൾ നമ്പർ റീഡ് ചെയ്യിക്കാൻ ഇൻറ്റ് റോൾ എന്ന് പറഞ്ഞിട്ടൊരു പേര് കൊടുത്തു. റോൾ വേണമെങ്കിൽ കുറച്ച് സ്പേസ് കുറയ്ക്കാം, റോൾ N കൊടുത്തോട്ടെ. റോൾ നമ്പർ വേണ്ടിയിട്ട് മാർക്ക് റീഡ് ചെയ്യിക്കാൻ മാർക്ക് സിയിലെ മാർക്ക് ആയതുകൊണ്ട് മാർക്ക് C എന്നുള്ളത് കൊടുത്തു. ഒക്കെ സ്മോൾ ലെറ്റർ തന്നെ ആയിക്കോട്ടെ, കൺഫ്യൂഷൻ ആവണ്ട. അപ്പോൾ ഇത്തരം രീതിയിൽ നമ്മൾ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്ത് വെച്ചു. ഇനി ഈ സ്ട്രക്ചറിൽ എത്ര കുട്ടികളുടെ റീഡ് ചെയ്യിപ്പിക്കണം, അപ്പോൾ അത് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഡീറ്റെയിൽസ് എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് വരണം. ഒരു കുട്ടിയുടെ പേര്, ഒരു കുട്ടിയുടെ റോൾ നമ്പർ, ഒരു കുട്ടിയുടെ ഒരു മാർക്ക്, അത് ആദ്യത്തെ കുട്ടിയുടെ ഒരു ബോക്സിലാക്കി പിന്നത്തെ കുട്ടികളുടെ അടുത്ത് ഒരു രജിസ്റ്ററിൽ ഫില്ല് ചെയ്യണ പോലെ, ഓരോ കോളം വെച്ചിട്ട് ഫില്ല് ചെയ്യണ പോലെ അങ്ങനത്തെ അറേ എന്നാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ A എന്ന് പറയുന്ന അറേയിൽ 20 സ്പേസ് ഉണ്ട്. അപ്പോൾ 20 കുട്ടികളുടെ പേര്, റോൾ നമ്പർ, ക്ലാസ്സിൽ ആ സബ്ജക്ട് സിക്ക് കിട്ടിയ മാർക്ക്, അതുവരെ മാക്സിമം സ്റ്റോർ ചെയ്യാവുന്ന ഒരു കപ്പാസിറ്റി ഉള്ള സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് റീഡിംഗ് പർപ്പസിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടികളുടെയും സെയിം ഡാറ്റയാണ് റീഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഒരു ഫോർ ലൂപ്പ് ഇട്ട് ചെയ്യാവുന്നതാണ്. ആദ്യം നമ്മൾ മെയിൻ ഫംഗ്ഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് ഫോർ ലൂപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് I എന്ന് പറയുന്ന വേരിയബിൾ ഡിഫൈൻ ചെയ്ത് വെച്ചു. ഇനി 20 കുട്ടികളുടെയും പേര് എൻട്രി ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെങ്കിലും ചിലപ്പോൾ 5 പേരുടെ എൻട്രി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പേര് എൻട്രി ചെയ്യുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് N എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്തു. അതിനുശേഷം ആവറേജ് കാണുന്നുണ്ടെങ്കിൽ ടോട്ടൽ സമ്മ് കാണണം. സമ്മ് കാണാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിൾ കൊടുത്തു. ഇനി ആവറേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ആവറേജ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ കൊടുത്തു, അത് ഫ്ലോട്ടിങ്ങിൽ കൊടുത്തു. അപ്പോൾ ഇത്രയും വേരിയബിൾ അഡീഷണൽ ആയിട്ട് നമ്മൾ മെയിൻ ഫംഗ്ഷനുള്ളിൽ ഡിഫൈൻ ചെയ്തു. ഇനി ആ ഫസ്റ്റ് നമുക്ക് എന്തായിരിക്കണം, എത്ര കുട്ടികളുണ്ടെന്നുള്ള ഇൻഫർമേഷൻ. പ്രിന്റ് എഫ് എൻ്റർ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഇൻഫർമേഷൻ റീഡ് ചെയ്ത് പഠിച്ചു. സ്കാൻ എഫ് %d അത് എന്തിലായിരിക്കും, N-ൽ റീഡ് ചെയ്ത് പഠിച്ചു, ആംപർസൻഡ് N. അപ്പോൾ അത്രയും ചെയ്തു. ഇനി നമുക്ക് പേര്, റോൾ നമ്പർ, മാർക്ക് എന്നുള്ള രീതിയിൽ ഫസ്റ്റ് സ്ട്രക്ചറിനെ വിളിക്കണം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്ട്രക്ചറിൽ വിളിക്കണം. ഓരോ കുട്ടികളുടെ ഇതേ റിപ്പീറ്റേഷൻ നടന്നാൽ മതി. എത്ര കുട്ടികളുണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് N വെച്ച് കൺട്രോൾ ചെയ്യുക. ഫോർ ലൂപ്പിൽ N ഇട്ട് കഴിഞ്ഞാൽ എത്ര കുട്ടികളുണ്ട് അത്രയും തവണ വർക്ക് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ A എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ S അല്ല, A കൊടുക്കുക. A ഏതാണ് അറേയുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നതിൻ്റെ മൊത്തത്തിലുള്ള പേര് അതിനെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു അറേയാണ്. ഈ സ്ട്രക്ചറിൻ്റെ അടുത്ത് ഒരു അറേ ഉണ്ട്, അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്ട്രക്ചർ എന്ന് പറയുന്നതിൽ ഒരു സ്ട്രക്ചറിൽ എന്തൊക്കെ കണ്ടന്റ് ഉണ്ടായിരിക്കും, പേര്, റോൾ നമ്പർ, മാർക്ക്, ഇത്രയും കണ്ടന്റ് ഉള്ള ഒരു സ്ട്രക്ചറിൻ്റെ അകത്ത് ആദ്യത്തെ ലൊക്കേഷൻ A of 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ട്രക്ചറാണ്. A of 1 എന്ന് പറഞ്ഞാൽ വേറെ സ്ട്രക്ചറാണ്. A of 2 എന്ന് പറഞ്ഞാൽ ഒരേ സ്ട്രക്ചറാണ്. ഓരോ സ്ട്രക്ചറിലും പേരും റോൾ നമ്പറും മാർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അത് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് A of %s സ്ട്രിംഗ് ആണ് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ %s A of I dot name എന്നാണ് വെച്ച് കഴിഞ്ഞാൽ നെയിം കൊടുക്കുക. അതേപോലെ %d ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് ആണ്. ആംപർസൻഡ് A of I dot റോൾ നമ്പറിനാണെങ്കിൽ ROLLN അത്രയും കൊടുത്തു. ഇനി അടുത്തത് മാർക്കാണ് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ %d ആംപർസൻഡ് A of I dot mark C. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എത്ര കുട്ടികളുണ്ടെങ്കിലും അത്രയും കുട്ടികളുടെ മാർക്ക് റീഡ് ചെയ്ത് പഠിക്കും. ഇനി നമുക്ക് ഇതേ മാർക്ക് വേണമെങ്കിൽ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാം. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. വീണ്ടും ഒരു ഫോർ ലൂപ്പിലിട്ട് ഡിസ്പ്ലേ ചെയ്യാവുന്നുള്ളൂ. ഭംഗിയിൽ വേണമെങ്കിൽ കാണിക്കാം എത്രയ്ക്ക് മാർക്ക് എന്നുള്ളത്. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യാനുള്ള സ്റ്റെപ്പ് ഞാൻ അടുത്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ മാർക്കും ആദ്യം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. നമ്മൾ റീഡ് ചെയ്ത് പഠിച്ചു, മാർക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പ്രിന്റ് എഫ് നെയിം /t ടാബ് ഇടും. ഒരു സ്പേസ് വരാൻ വേണ്ടിയിട്ടാണ് പ്രിന്റ് ചെയ്യുന്നിടത്ത്. അതിനുശേഷം റോൾ നമ്പർ എന്ന് പറയും. അതിനുശേഷം വീണ്ടും സ്പേസ് വരും. ഒരു സ്പേസ് ഇട്ടതിന് ശേഷം മാർക്ക് ഓഫ് C. അപ്പോൾ നെയിം, റോൾ നമ്പർ, മാർക്ക് ഓഫ് C എന്ന് പറഞ്ഞിട്ട് 3 സെക്ഷനായിട്ട് അതിൻ്റെ ഉള്ളിൽ വരും. അപ്പോൾ അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ഫോർ ലൂപ്പ് വിളിക്കുകയാണ്. ഫോർ ലൂപ്പിൻ്റെ അകത്ത് %s പ്രിന്റ് ചെയ്യേണ്ട കാര്യം ആദ്യത്തെ നെയിം ആയതുകൊണ്ട് %s വിളിച്ചു, /t വിളിച്ചു. അത് അപ്പോൾ ആ സ്പേസ് ഇങ്ങോട്ട് നീങ്ങി കിട്ടും. പിന്നത്തെ ഡാറ്റ എന്ന് പറയുന്നത് റോൾ നമ്പർ ആണ്. അപ്പോൾ %d വീണ്ടും /t വിളിച്ചു. പിന്നത്തെ ഡാറ്റ മാർക്കാണ്. അപ്പോൾ %d വീണ്ടും /t ആണെങ്കിൽ ഇടാം, അല്ലെങ്കിൽ അടുത്ത ലൈൻ വരാൻ വേണ്ടിയിട്ട് /n കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ A of I എന്ന് പറയുന്നത് തന്നെയാണ്. A of 0-ലുള്ള ആദ്യത്തെ ഡാറ്റയാണ് ആക്സസ് ചെയ്യാനുള്ളത്, അത് നെയിമാണ്. അതേപോലെ തന്നെ A of I-ലെ രണ്ടാമത്തെ ഡാറ്റ എന്ന് പറയുന്നത് റോൾ N എന്ന് പറയുന്നത് റോൾ നമ്പർ ആണ്. A of I-ലെ മൂന്നാമത്തെ ഡാറ്റ എന്ന് പറയുന്നത് മാർക്ക് ഓഫ് C ആണ്. അപ്പോൾ ഇത് പ്രിന്റ് ചെയ്യിപ്പിക്കാനുള്ളതാണ്. ഇനി ഓരോ മാർക്ക് A of 0-ലെ ആദ്യത്തെ മാർക്ക് എടുത്തിട്ട് നമുക്ക് ഇതിന്റെ ആവറേജ് കാണാനുണ്ട്. അപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ സമ്മും കൂടി കണ്ടുവയ്ക്കാം. സം ഈക്വൽ ടു സം പ്ലസ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മെത്തേഡ്. നമ്മൾ ആദ്യത്തെ മാർക്ക് എടുത്തു. ആദ്യത്തെ മാർക്ക് കിട്ടാൻ A of 0 ഡോട്ട് മാർക്ക്
മാർക്ക് സി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കുട്ടിയുടെ മാർക്ക് കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ലൂപ്പ് 1 ആകുമ്പോൾ ഇത് പ്രിന്റ് ചെയ്യും. അതിനുശേഷം രണ്ടാമത്തെ കുട്ടിയുടെ മാർക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യിക്കും. വീണ്ടും റിസൾട്ട് സമ്മിൽ സ്റ്റോർ ചെയ്യും. ഇതിങ്ങനെ ലൂപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ ലൂപ്പ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ മാർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് സമ്മിലുണ്ടായിരിക്കും. ഇനി ആവറേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആവറേജ് ഈക്വൽ ടു സം ഡിവൈഡ് ബൈ n. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റിസൾട്ട് കിട്ടും. റിസൾട്ട് എത്ര ഫ്രാക്ഷൻ വരണം എന്നുള്ളതിനനുസരിച്ചിട്ട് 2f എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2 വേരിയബിൾ ഫ്രാക്ഷനും പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ്സ് വേണം എന്നുള്ളത് നമ്മളിവിടെ തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് വരുന്നത്. ആ പ്രോഗ്രാം ഇങ്ങനെയാണ് വരുന്നത്. നമുക്കതൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കി നോക്കാം. ആദ്യം കമ്പൈൽ ചെയ്തു, റൺ ചെയ്തു. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 5 ആൾക്കാരുടെയാണ് ഉദ്ദേശിക്കുന്നത് വിചാരിക്കുക. 5 നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. സ്റ്റുഡൻറ്റിൻ്റെ പേര്, ആദ്യത്തെ പേര് എ എന്ന് വിളിച്ചു എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ആരോമൽ. റോൾ നമ്പർ 1, സിയിൽ കിട്ടിയ മാർക്ക് 25. ഇനി രണ്ടാമത്തെ സ്റ്റുഡൻറ്റ് ജുവൈദ്, പേര് കൊടുത്തു. റോൾ നമ്പർ 2, സിയിൽ കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് 30. ഇനി അടുത്ത പേര് ഷാമിൽ, റോൾ നമ്പർ 3, സിയിൽ കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് 10. അടുത്ത പേര് ഹിഷാം, റോൾ നമ്പർ 4, സിയിൽ കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് 5. അടുത്ത പേര് ഹസ്ന, റോൾ നമ്പർ 5, സിയിൽ കിട്ടിയ മാർക്ക് 45. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്പേഴ്സ് നമ്മൾ എൻ്റർ ചെയ്ത് കയറ്റി. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റോൾ നമ്പർ, ഇത് നമുക്കൊരു സ്ലാഷ്, ഇതിൻ്റെ കുറച്ച് അടുത്ത് വന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളൊരു സ്ലാഷ് ടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയിൽ കിട്ടും. നെയിമിന് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി നീങ്ങി കിട്ടും. ആ മാർക്ക് കുറച്ചും കൂടി ഭംഗി കുറഞ്ഞു എന്നേ ഉള്ളൂ. അതിൽ സ്ലാഷും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നീങ്ങി കിട്ടും കറക്റ്റായിട്ട്. 1 2 3 4 5 ഓരോരുത്തരുടെ പേര് വന്നിട്ട് മാർക്ക് വന്നിട്ടുണ്ട്. ആവറേജ് മാർക്ക് എന്ന് പറഞ്ഞാൽ 23 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയധികം കുട്ടികളുടെ ഡാറ്റ റീഡ് ചെയ്ത് മേടിക്കണമെങ്കിലും സ്ട്രക്ചർ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് കണ്ടാൽ നമുക്ക് അറിയാം. മറ്റേത് ഓരോ വേരിയബിളും നമ്മൾ റീഡ് ചെയ്ത് മേടിക്കണമായിരുന്നു. ഓരോ കുട്ടികളുടെ പേര്, ഓരോ കുട്ടികൾ പറയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സ്ട്രിങ് വെച്ചിട്ട് ഓരോ കുട്ടികളുടെ പേര് റീഡ് ചെയ്യിക്കണം. അതേപോലെ തന്നെ മാർക്ക് മേടിക്കാൻ വേറൊരു അറേ ഉപയോഗിക്കണം. ഇത് ഒരു സ്ട്രക്ചർ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതന്നെ ഡോട്ട് ഉപയോഗിച്ച് കോൾ ചെയ്യുമ്പോൾ നമുക്ക് പ്രോഗ്രാം ഈസിയായി മാറുകയാണ്, കുറച്ചും കൂടി എളുപ്പമായിട്ട് മാറാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ ഒന്ന് ചെയ്യണം മെത്തേഡിലൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് സാലറി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം ചെയ്ത് നോക്കാം. കുറച്ചും കൂടി ഇതേപോലെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ മെത്തേഡുകൾ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കൊരു പ്രോഗ്രാം എഴുതാം. റൈറ്റ് എ പ്രോഗ്രാം ടു ക്രിയേറ്റ് എ സ്ട്രക്ചർ എംപ്ലോയി വിത്ത് മെമ്പേഴ്സ് വേരിയബിൾ എന്ന് പറയുന്നത് വേരിയബിൾ നെയിം, അതായത് ആളുടെ പേരുണ്ടായിരിക്കണം, ഏജ് ഉണ്ടായിരിക്കണം, ബോണസ് എത്രയാണെന്നുള്ളത് ഉണ്ടായിരിക്കണം, DA ഉണ്ടായിരിക്കണം. DA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലവൻസ് ആണ്. പിന്നെ HRA ഹൗസ് റെന്റ് അലവൻസ്, പിന്നെ ടോട്ടൽ സാലറി കണ്ടെത്തണം. അപ്പോൾ ടോട്ടൽ സാലറി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇവർ തന്നിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ടോട്ടൽ സാലറി എന്ന് പറയുന്നത് 1 + DA + HRA ഇൻറ്റു ബോണസ്. അപ്പോൾ നമ്മൾ എന്താണ് വേരിയബിൾസ് കൊടുക്കുന്നത് ഈ രീതിയിൽ ആ പ്രോസസ്സ് ചെയ്യണം. ടോട്ടൽ സാലറി കാണുന്നുണ്ടെങ്കിൽ DA എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. 1 + DA + HRA ഇൻറ്റു ബോണസ്. ഈ രീതിയിലായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിതിലൊരു വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് മേടിച്ചതിന് ശേഷം സാലറി കൂടുതലുള്ളവരും കുറവുള്ളവരുടെയും ഒരു സോർട്ട് ചെയ്യിക്കണം. കുറവുള്ളവരുടെ സാലറി ആദ്യം വന്ന് പിന്നീട് അങ്ങനെ കൂടി പോകുന്ന രീതിയിൽ ഓരോരുത്തരുടെ പേരായിട്ട് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ നമ്മൾ പേര് എൻ്റർ ചെയ്യുന്ന സമയത്ത് സാലറി ഉള്ളവരുടെ ആയിരിക്കണമെന്നില്ല, പേരുകൾ അനുസരിച്ച് എൻ്റർ ചെയ്യിക്കാം. പക്ഷേ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് സാലറിക്ക് അനുസരിച്ച് സോർട്ട് ചെയ്യിക്കണം. അതും കൂടി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ കേസിൽ 2 പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഒന്ന് നേരത്തെ ചെയ്ത പോലെ ഡാറ്റ റീഡ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുക, അതേപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ സോർട്ട് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യിക്കുന്ന ഒരു പരിപാടി കൂടി ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക. അപ്പോൾ സോർട്ട് ചെയ്യിപ്പിക്കാൻ നമുക്കറിയാം, നമ്മൾ നേരത്തെ ഉപയോഗിച്ച പോലെ 2 തൊട്ടടുത്ത വാല്യൂസ് കമ്പയർ ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുക. അപ്പോൾ അത് ഉപയോഗിച്ച് സ്ട്രക്ചറിൽ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ BS എന്ന് പറയുന്നത് ബോണസ് അല്ല, ബേസിക് സാലറിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ബേസിക് സാലറി, മറ്റേത് രണ്ടും DA ആൻഡ് HRA എന്ന് പറയുന്നത് അലവൻസ് ആണ്. ടോട്ടൽ സാലറി കൂട്ടുമ്പോൾ ബേസിക് സാലറി ഈ HRA അലവൻസ് ഒക്കെ കൂട്ടിയതിന് ശേഷം ഇൻറ്റു ബോണസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ബോണസ് അല്ല, സോറി, ബേസിക് സാലറി. വാക്ക് തെറ്റിപ്പോണ്. BS എന്ന് കാണുമ്പോൾ ഒരു ബോണസ് എന്ന് പറയാനുള്ള ടെൻഡൻസി വരികയാണ്. ബേസിക് സാലറി ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ബേസിക് സാലറി വെച്ചിട്ടാണ് നമുക്ക് പ്രോഗ്രാം ചെയ്യാനുള്ളത്. നമുക്ക് പ്രോഗ്രാമിംഗ് ഒന്ന് ചെയ്ത് നോക്കാം.
അപ്പോൾ നമ്മൾ ആദ്യം സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം. ഹാഷ് ഇൻക്ലൂഡ് സ്ട്രക്ചർ എംപ്ലോയി എന്നുള്ളൊരു പേര് കൊടുത്തു. അതിനുശേഷം ക്യാരക്ടർ പേര്, നമ്മുടെ എംപ്ലോയിയുടെ പേര് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നെയിം എന്ന് പറഞ്ഞ അറേ, അതിൽ 30 ക്യാരക്ടർ വരെയുള്ള പേര് റീഡ് ചെയ്യിക്കാം. ഇൻറ്റ് ഏജ് റീഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് മതി. ബോണസ് റീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രാക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അല്ല, ബോണസ് അല്ല, ബേസിക് സാലറി റീഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഫ്രാക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ BS എന്ന് പറഞ്ഞ് ഉപയോഗിച്ചു. ഫ്ലോട്ട് DA ഡാറ്റ അലവൻസ് റീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് DA റീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലോട്ട് എന്ന് പറയുന്നത് ഉപയോഗിച്ചു. HRA ഹൗസ് റെന്റ് അലവൻസും ഫ്ലോട്ടിൽ റീഡ് ചെയ്യിച്ചു. ടോട്ടൽ സാലറി കാണുമ്പോഴും ഫ്ലോട്ടിൽ റീഡ് ചെയ്യിച്ചു. അപ്പോൾ ഈ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വന്നു? നെയിം, ഏജ്, ബോണസ്, DA, HRA, ടോട്ടൽ സാലറി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെ നമ്മളൊരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് മെയിൻ പ്രോഗ്രാം ചെയ്യേണ്ടി വരും. ഏതൊക്കെയാണ് മെയിൻ പ്രോഗ്രാം ചെയ്യേണ്ടതെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ 5 എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ആണ് റെഡി ചെയ്യാൻ പോകണമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് E(5) എന്ന് പറഞ്ഞൊരു അറേ ഡിഫൈൻ ചെയ്ത് വെച്ചു. അപ്പോൾ ആ 5 എന്ന് പറഞ്ഞ ലൊക്കേഷൻസ്, 5 ലൊക്കേഷൻസ് നമുക്ക് കിട്ടി. അതിനുള്ളിൽ വോയിഡ് മെയിൻ കൊടുത്തു. ഇൻ്റെ ഐ വിളിച്ചു. ഐ ഗ്രൂപ്പ് ലൂപ്പ് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഐ ഉപയോഗിച്ചു. ഇതിൻ്റെ അകത്ത് എൻ്റെ ദ നെയിം എന്ന് പറഞ്ഞ് റെഡി ചെയ്തു. E(5) ആദ്യത്തെ പ്രാവശ്യം 0 ആയിരിക്കും. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും 0ൽ കയറും. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം E(5) എന്ന് പറയുന്നത് 1 ആവും. അപ്പോൾ E(1)ൽ കയറും. അങ്ങനെ ഓരോ ഡീറ്റെയിൽസും കയറും. അപ്പോൾ 5 ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാന്നുള്ള രീതിയിലാണ്. നമുക്ക് ഇതിനെയും കൺട്രോൾ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ വേണമെങ്കിൽ എൻ്റർ ദ നമ്പർ ഓഫ് എംപ്ലോയീസ് എന്ന് പറഞ്ഞൊരു കോഡ് കൊടുത്തിട്ട് ഒരു N റീഡ് ചെയ്യിപ്പിച്ച് ഇവിടെ ആ വാല്യൂ വേണമെങ്കിൽ കൊടുത്ത് വേണമെങ്കിൽ മാറ്റം വരുത്താം. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ തൽക്കാലം നമ്മൾ 5 ആളുടെ എന്നുള്ള കാര്യത്തിലാണ് പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിച്ചത്. 5 പേരുടെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യിക്കുക, റീഡ് ചെയ്യിക്കുക, പ്രിന്റ് ചെയ്യിക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ആദ്യം റീഡ് ചെയ്യിപ്പിച്ചു. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യം, ഇത് ഓരോരുത്തരുടെ റീഡ് ചെയ്യുമ്പോഴും നമുക്ക് സാലറി കണ്ടെത്താൻ പറ്റും. ടോട്ടൽ സാലറി കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ E(5) എന്ന് പറയുന്നത് 1+ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ E(5) എന്ന് പറയുന്നതിൻ്റെ സ്ട്രക്ചറിൻ്റെ പേരിലേക്കാണ് വിളിക്കുക. E(5).DA പ്ലസ് E(5).HRA അത് കഴിഞ്ഞ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഇൻറ്റു E(5).ബേസിക് സാലറി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇക്വേഷൻ കൂടി ചെയ്തിട്ടാണ്, ഇത് ഉപയോഗിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആ ഇക്വേഷൻ പറഞ്ഞിരുന്നു. ടോട്ടൽ സാലറി ഈസ് ഈക്വൽ ടു 1 + DA + HRA × BS. അപ്പോൾ ആ ഇക്വേഷനാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ടോട്ടൽ സാലറി ഈസ് ഈക്വൽ ടു അതിൽ സ്ട്രക്ചറിൻ്റെ വാല്യൂ കൂടി വന്നു മാത്രം. E(5) ഇൻറ്റു ടോട്ടൽ സാലറി ബ്രാക്കറ്റിനകത്ത് 1 + E(5).DA + E(5).HRA ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഇൻറ്റു E(5).ബേസിക് സാലറി. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് സാലറിയും കാൽക്കുലേറ്റ് ചെയ്യും, ഡീറ്റെയിൽസും എൻ്റർ ആയി വന്നു. ഇനി നമുക്കിനി കുറച്ച് കാര്യങ്ങളും ചെയ്യാനുണ്ട്. എന്തൊക്കെ ചെയ്യാനുണ്ട്? ഒന്ന്, സാലറിയുടെ അളവ് അനുസരിച്ചിട്ട് ഈ ഡാറ്റകളെ സോർട്ട് ചെയ്യിപ്പിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിനെ ഡിസ്പ്ലേ ചെയ്യിക്കണം. ഇനി 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഡിസ്പ്ലേ ചെയ്യാനുള്ള കാര്യം നമ്മൾ നേരത്തെ പ്രോഗ്രാമിൽ ചെയ്തു. അപ്പോൾ അതിനും വീണ്ടും ഒരു ഫോർ ലൂപ്പ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിന് മുമ്പ് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സോർട്ട് ചെയ്യിപ്പിക്കണം. ഏത് ഓർഡറാണ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ സോർട്ട് എന്ന് പറഞ്ഞ പരിപാടി ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ സോർട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോർട്ട് വോയിഡ് സോർട്ട് എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് എന്നിട്ട് നമുക്ക് സോർട്ട് ചെയ്യാനുള്ള പ്രോഗ്രാം അതിൻ്റെ അകത്ത് എഴുതാം. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി എളുപ്പമായി. അപ്പോൾ നമ്മൾ സോർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ചു. അതിന് എന്താ എഴുതേണ്ടതെന്നുള്ളത് എഴുതിയിട്ടില്ല. സോർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചു. വോയിഡ് സോർട്ട് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തു. ആ ഫംഗ്ഷൻ സോർട്ട് E(5), അതായത് ഈ സ്ട്രക്ചറിന് ഉപയോഗിക്കുന്ന പേരാണ് നമ്മൾ പാസ് ചെയ്യാനുള്ള. സ്ട്രക്ചറിന് ഉപയോഗിക്കുന്ന പേര് അറേ ആയതുകൊണ്ട് E എന്ന് പറയുന്ന വേർഡ് മാത്രം ഉപയോഗിച്ചു. E(5) 5 മെമ്പേഴ്സാണ് അയക്കാനുള്ളത്. ആ കൗണ്ട് നമ്മൾ അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ ഡാറ്റ അയച്ചു കൊടുത്തു. ഇതിന് സോർട്ട് ചെയ്യാനുള്ള പ്രോഗ്രാം നമ്മൾ ഇതുവരെ എഴുതിയിട്ടില്ല. അത് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് printf നെയിം, ഏജ്, ബേസിക് സാലറി, DA, HRA, ടോട്ടൽ സാലറി ഈ വാക്കുകൾ പ്രിന്റ് ചെയ്യിപ്പിച്ചു. അതിനുശേഷം printfന്റെ അകത്ത് നെയിം എന്ന് പറയുന്നത് ക്യാരക്ടർ ടൈപ്പ് ആയതുകൊണ്ട് %S, അതിന് ടാബ് കൊടുത്തു. ഏജ് എന്ന് പറയുന്നത് %D, അത് കഴിഞ്ഞ് ബേസിക് സാലറി എന്ന് പറയുന്നത് നമ്മൾ ഫ്രാക്ഷനിലായിരിക്കും. അപ്പോൾ 2F കൊടുത്തു 2 പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ആ വാരിയബിൾസ് കൊടുത്തു. നെയിം, ഏജ്, ബേസിക് സാലറി കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എഴുതി പോകണമെങ്കിൽ പോവാം. നമുക്ക് ഇനി എഴുതി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വായിക്കാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അടുത്ത ലൈനായിട്ട് printfന്റെ അകത്ത് %2F ടാബ് വെച്ചിട്ട് എഴുതിയതിനു ശേഷം DA, HRA, ടോട്ടൽ സാലറി എന്നുള്ള കോളം കൂടി ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഈ എഴുതി വെച്ചിട്ടുള്ള യൂസർ ഡിഫൈൻ ഫംഗ്ഷനിൽ സോർട്ട് ചെയ്യാനുള്ള പരിപാടികൾ ചെയ്യണം. അപ്പോൾ അടുത്ത് നമുക്ക് സോർട്ട് ചെയ്യാനുള്ളതാണ് എഴുതേണ്ടത്. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ നമ്മൾ കഴിഞ്ഞു. ഡാറ്റ റീഡ് ചെയ്യിച്ചു, ഡിസ്പ്ലേ ചെയ്യാനുള്ളത് എഴുതി. അതിൻ്റെ ഇടയിൽ ഒരു യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ട്. ആ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പററി ആയിട്ടുള്ള കൺട്രോൾ പോയതിനു ശേഷം ആ സോർട്ട് ചെയ്യുന്ന പരിപാടികൾ നടക്കും. അപ്പോൾ ആ സാധനമാണ് നമുക്ക് ഇനി അടുത്ത് ചെയ്യാൻ വരേണ്ടത്. സോർട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? വോയിഡ് സോർട്ട് ഏതാണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രക്ചർ ആണ്. അപ്പോൾ അത് എഴുതുക.
അപ്പോൾ സ്ട്രക്ചറിൻ്റെ ഉള്ളിലേക്ക് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ പാസ് ചെയ്യുമ്പോൾ സ്ട്രക്ട് എംപ്ലോയി ഏതാണ് ആ സ്ട്രക്ചറിൻ്റെ പേര് എന്ന് കൊടുത്തു. അതിൻ്റെ അകത്ത് ഏതൊക്കെ ലൊക്കേഷൻസ് ആക്സസ് ചെയ്യണമെന്നുള്ളതിനോട് ഇ എന്ന് പറഞ്ഞു കൊടുത്തു. അത് അറിയായതുകൊണ്ട് നമ്മൾ അതിൻ്റെ വാല്യൂസ് കൊടുക്കണമെന്നില്ല. ഇ എന്ന് പറഞ്ഞ അഡ്രസ്സ് മാത്രം കൊടുത്താൽ മതി. ഇൻറ്റ് എൻ എത്ര ഡിജിറ്റ്സ് ഉണ്ട് എന്നുള്ളത് കൊടുത്തു. 5 കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അത് 5 കൊടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ സാധാരണ സോർട്ടിംഗ് മെത്തേഡ് n-1 5 ഡാറ്റ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ 4 കമ്പാരിസൺ 4 തവണ ചെയ്യണം. ഇനി നമുക്കിതിൽ സോർട്ട് ചെയ്യേണ്ടത് ഏതാണ് കമ്പോണൻ്റ് എന്നുള്ളത്. നമ്മൾ സാധാരണ സോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്ന വാല്യൂസിൽ ആ ഡാറ്റയ്ക്ക് നമുക്ക് സോർട്ട് ചെയ്യേണ്ടത് സാലറിയാണ്. സാലറി വെച്ചിട്ടാണ് സോർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ കമ്പയർ ചെയ്യേണ്ട സ്ഥലത്ത് ഇഫ് ഇ ഓഫ് ജെ ആണ് രണ്ടാമത്തെ രൂപം എന്ന് പറഞ്ഞാൽ ഇ ഓഫ് ജെ ഡോട്ട് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാലറിയുടെ ഫസ്റ്റ് സാലറി കിട്ടും. അത് ലെസ് ദാൻ ഇ ഓഫ് ജെ പ്ലസ് 1 ഡോട്ട് സാലറി. അപ്പം നമ്മൾ സാധാരണ സോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോലെ ആദ്യത്തെ വാല്യൂ രണ്ടാമത്തെ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും. അതിനുശേഷം അത് വ്യത്യാസം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൂപ്പിൽ കടന്നിട്ട് ശേഷം അത് എക്സ്ചേഞ്ച് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ കമ്പാരിസൺ 5 ഡാറ്റ ഉണ്ടെങ്കിൽ 4 കമ്പാരിസൺ 4 തവണ ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് സോർട്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സോർട്ടായിട്ടുള്ള ഡാറ്റ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. സാലറി വെച്ച് സോർട്ട് ചെയ്യുന്നുണ്ട് സാലറി എന്ന് കൊടുക്കും. അല്ല വേറെ ഏതെങ്കിലും വേരിയബിൾ ആണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള വേരിയബിൾ ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ അത് ചെയ്തു. ഇയിലേക്ക് റിസൾട്ട് സ്റ്റോർ ചെയ്യും. നമ്മൾ ഇ ഓഫ് ജെയിലേക്കകത്ത് വാല്യൂ സ്റ്റോർ ചെയ്യിച്ച് ടി ഈസ് ഈക്വൽ ടു ഇ ഓഫ് ജെ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ പൊസിഷനിലേക്ക് ടെമ്പററി ആയിട്ട് ഡാറ്റ ആ ഫുൾ ഡാറ്റയാണ് മാറ്റുന്നത്. നമ്മൾ ഒരു ഡാറ്റയല്ല ഒരെണ്ണത്തിൻ്റെ ഡാറ്റ മൊത്തം സാലറിക്ക് അനുസരിച്ചിട്ട് ആ ഒരാളുടെ സാലറി മാത്രമല്ല മാറ്റുക, അയാളുടെ സാലറി പേര് വയസ്സ് എല്ലാ ഡാറ്റയും എടുത്ത് മാറ്റുകയാണ്. അല്ലാണ്ട് സാലറി മാത്രമല്ല മാറ്റുന്നത്. അതുകൊണ്ടാണ് ഇ ഓഫ് ജെ എന്ന് പറയുന്ന പൊസിഷൻ എടുക്കാൻ കാരണം. ഇ ഓഫ് ജെ എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള പൊസിഷനെയാണ് ഉദ്ദേശിക്കുക. ഇ എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള പൊസിഷനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഇ എന്ന് പറയുന്ന മൊത്തത്തിലുള്ള പൊസിഷൻ എടുത്തിട്ടാണ് സോർട്ട് ചെയ്യിപ്പിക്കുന്നത്. ഒരു കമ്പോണന്റ് വെച്ച് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിലും സോർട്ട് ചെയ്യുമ്പോൾ ഫുൾ ഇൻഫർമേഷനും അങ്ങോട്ട് പൊസിഷനിൽ നിന്ന് ഡാറ്റ മാറ്റണം. അപ്പോൾ ആ രീതിയിലുള്ള സോർട്ടിങ് നടത്തി. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമുക്ക് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്തു, റൺ ചെയ്യിച്ചു. എൻ്റർ ദ നെയിം ഓഫ് എംപ്ലോയി, അതായത് നമ്മൾ എ കൊടുത്തു. ഏജ് എന്ന് പറയുന്നത് 23 ആണെന്ന് വിചാരിച്ചോ. സാലറി എന്ന് പറയുന്നത് 1000 ആണെന്ന് വിചാരിച്ചോ. ഡി എന്ന് പറയുന്നത് 2, HR എന്ന് പറയുന്നത് 3. അടുത്ത ആളുടെ പേര് ബി. ഏജ് എന്ന് പറയുന്നത് 24, സാലറി എന്ന് പറയുന്നത് 1200 ആണെന്ന് വിചാരിച്ചോ. ഡി എന്ന് പറയുന്നത് 3, HR എന്ന് പറയുന്നത് 4. അടുത്ത ആളുടെ പേര് ബി അല്ല എൻ്റർ ചെയ്ത സി. ബേസിക് സാലറി 1300 ആണെന്ന് വിചാരിച്ചോ. ഡി എന്ന് പറയുന്നത് 5. ബേസിക് സാലറി ഏജ് മാറിപ്പോയി, സാറില്ല കുഴപ്പമില്ല. ഡി എന്ന് പറയുന്നത് 30 ആക്കി കൊടുക്കാം. HR എന്ന് പറയുന്നത് 23. അടുത്ത ആളുടെ പേര് ഡി കൊടുത്തു. അടുത്തത് ഏജ് എന്ന് പറയുന്നത് 30, ബേസിക് സാലറി 3000. TA നെയിം അടുത്ത ആളുടെ ഇ. ഏജ് 44, ബേസിക് സാലറി 6000 എന്ന് വെച്ചോ. 3, 4. അപ്പോൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് കാണാൻ കഴിയും. ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന ആൾ ഇ എന്ന് പറയുന്ന ആളാണ്, 44 വയസ്സായിട്ടുള്ളത്. ബേസിക് സാലറി 6000 ആണ്. അതിൻ്റെ DA HR കാണിച്ചിട്ടുണ്ട്. ടോട്ടൽ സാലറി എന്ന് പറയുന്നത് 48,000 രൂപയാണ് അതിലുള്ള സാലറി എന്ന് പറയുന്നത്. ബാക്കി 21,000 രൂപ വാങ്ങുന്ന ഒരാളുണ്ട്, 9,600 രൂപ വാങ്ങുന്ന ഒരാളുണ്ട്, 6,000 രൂപ വാങ്ങുന്നുണ്ട്, 207 രൂപ വാങ്ങുന്ന ഒരാളുണ്ട്. അപ്പോൾ വാല്യൂസിൻ്റെ ഒരു ചെറിയ പ്രശ്നം കൊണ്ടാണ് ഇത് ഇങ്ങനെ അടുപ്പിച്ച് വന്നത്. നമ്മൾ എല്ലാം 2 ഡിജിറ്റ് ആയിരുന്നെങ്കിൽ ഇത് കറക്റ്റ് നീങ്ങിപ്പോയേനെ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യും. അപ്പോൾ സോർട്ടായി വന്നിട്ടുള്ളത് സാലറിയുടെ ഇതിലാണ്. നമ്മൾ അടിച്ചു കൊടുത്ത് നിന്നിട്ടായിരുന്നു ABCDE എന്നുള്ള ഓർഡറിലായിരുന്നു. പക്ഷേ EDABAC അപ്പോൾ സോർട്ടായത് സാലറിയുടെ ഓർഡറിലാണ് സോർട്ടായി വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോർട്ടിൻ്റെ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ സോർട്ടിൻ്റെ ഫംഗ്ഷൻ സ്ട്രക്ചറിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വോയിഡ് സോർട്ട് സ്ട്രക്ചർ എംപ്ലോയിയുടെ പേര് ഏതാണ് സ്ട്രക്ചറിൻ്റെ പേര് കൊടുക്കുക. അതിൽ എത്ര എലമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അറേ ആണെന്ന് വെച്ചാൽ അറേ അതിൻ്റെ എലമെൻറ്റ്സിൻ്റെ വാക്ക് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, വോയിഡ് സോർട്ട് എന്ന് വിളിച്ചു എന്നുള്ളൂ. വോയിഡ് സോർട്ടിൽ നമ്മളതിൻ്റെ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചെടുത്തൊന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രക്ചറിൻ്റെ ഫംഗ്ഷൻ സോർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഡാറ്റ പാസ് ചെയ്യാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. എന്തോ ഭാഗ്യത്തിന് അത് വർക്ക് ചെയ്തു. പക്ഷേ ശരിക്കും എഴുതുമ്പോൾ നമ്മൾ വോയിഡ് സോർട്ട് ഞാൻ സ്ട്രക്ചറിൻ്റെ അടിയിലായിട്ട് എഴുതണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു വേരിയബിൾ ഉപയോഗിക്കുന്നുണ്ട്. ആ വേരിയബിൾ നമുക്കിവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ മുകളിൽ എഴുതി കഴിഞ്ഞാൽ എറർ കാണിക്കും. ഇപ്പോൾ നമ്മളിവിടെ ഈ വോയിഡിൻ്റെ നമ്മൾ സ്ട്രക്ചറിൻ്റെ എക്സാമ്പിൾ എഴുതുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിഡ് സോർട്ട് സ്ട്രക്ട് എംപ്ലോയി ഈ ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ
ഓക്കെ, ഈ കമ്പയർ ചെയ്യുമ്പോൾ എററൊന്നുമില്ല. പക്ഷെ ഇതേ സാധനം തന്നെ നമുക്ക് മുകളിലേക്ക് എഴുതുമ്പോൾ ചെറിയൊരു എറർ വരുന്നുണ്ട്. അപ്പോൾ കാണിച്ചു തരാം. സേവ് ചെയ്തു കണ്ടോ, അത് മുകളിൽ എഴുതുമ്പോൾ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തതിന് ശേഷം യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാണ്. അപ്പോൾ നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് വോയിഡ് സോർട്ട് സ്ട്രക്ചറിൻ്റെ പേര് സ്ട്രക്ചർ എംപ്ലോയി, അത് ഇനി അറേ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ 5 എന്നുള്ളത് കൊണ്ട് അറേയുടെ ഇത് ഓപ്പൺ ചെയ്തു. പിന്നെ ഒരു ഇൻറ്റിജർ ഡാറ്റ അയക്കാൻ വേണ്ടിയിട്ട് ഇതും കൊടുത്തു. അപ്പോൾ നമുക്ക് അവിടെ മറ്റുള്ളടത്ത് ബാക്കി റീഡ് ചെയ്യുന്നിടത്ത് സ്ട്രക്ചർ എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് N എന്ന് പറഞ്ഞിട്ട് റീഡ് ചെയ്യിപ്പിച്ച് പഠിക്കാം. അയക്കുമ്പോൾ E,5 എന്ന് അയച്ചാൽ മതി. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ വേറെ കുഴപ്പമുള്ള കാര്യമല്ല. നേരത്തെ ആ എറർ പോയി കിട്ടും. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എറർ സേവ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ സേവ് ചെയ്യുക, ക്ലിയർ ചെയ്യിക്കുക, കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എറർ ഉണ്ടായിരിക്കില്ല. അപ്പോൾ സ്ട്രക്ചർ കഴിഞ്ഞിട്ട് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങൾ വരുന്നത്. ഹായ് ഒരു നമുക്ക് അടുത്ത് നോക്കാനുള്ളത് യൂണിയൻ എന്ന് പറയുന്നൊരു ഡാറ്റ ടൈപ്പിനെ കുറിച്ചാണ്. യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചർ പോലത്തെ സെയിം ഡാറ്റ ടൈപ്പ് തന്നെയാണ് യൂണിയൻ എന്ന് പറയുന്നതും. അതിനുള്ളിൽ ഇതേപോലെ സ്ട്രക്ചർ പോലെ തന്നെ മൾട്ടിപ്പിൾ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാം. ക്യാരക്ടർ, ഇൻറ്റിജർ, ഡബിൾ, അതുള്ള പല ഡാറ്റകളും സ്റ്റോർ ചെയ്യാം. പക്ഷേ യൂണിയനും സ്ട്രക്ചറും തമ്മിൽ ചില ഡിഫറൻസുകളുണ്ട്. യൂണിയനും സ്ട്രക്ചറും സിമിലാരിറ്റി ഉണ്ട്. ഡാറ്റകളൊക്കെ ഇതേപോലെ മൾട്ടിപ്പിൾ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചറാണ്. അതിൻ്റെ അകത്ത് ക്യാരക്ടർ, ഇൻറ്റിജർ, ഇത് ഫ്ലോട്ടിങ്, അങ്ങനെയുള്ള എല്ലാ മിക്സ്ഡ് ആയിട്ടുള്ള ഡാറ്റകൾ സ്റ്റോർ ചെയ്യിക്കാം. പക്ഷേ ഇത് തമ്മിലുള്ള ചില ഡിഫറൻസുകളുണ്ട്. അതിലെന്തൊക്കെയാണെന്ന് നോക്കിയേക്കാം. സ്ട്രക്ചർ യൂണിയൻ തമ്മിലുള്ള ഡിഫറൻസ് മെയിനായിട്ട് നോക്കാം. സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്ട്രക്ട് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചിട്ടാണ് എഴുതുക. യൂണിയൻ എന്ന് പറയുന്നത് യൂണിയൻ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചിട്ടാണ് എഴുതുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ഡിഫറൻസ് പറഞ്ഞാൽ മെമ്പേഴ്സ് ഡു നോട്ട് ഷെയർ എ മെമ്മറി ഇൻ സ്ട്രക്ചർ. അതായത് സ്ട്രക്ചറിൻ്റെ അകത്ത് നമ്മളൊരു ടേബിൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചിരുന്നു. ഒരു ടേബിൾ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കള്ളികളാക്കിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കോളം ഫുള്ളും ഇൻറ്റിജർ ഡാറ്റ, രണ്ടാമത്തെ കോളം ഫുള്ളും ഫ്ലോട്ടിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് ഡാറ്റ, മൂന്നാമത്തെ കോളം ക്യാരക്ടർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ ഡാറ്റ. അതിന് മാത്രമായിട്ട് സെപ്പറേറ്റ് മെമ്മറികളാണ്. പക്ഷേ യൂണിയനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമൺ മെമ്മറി സ്പേസ് ആണ് ഷെയർ ചെയ്യുക. ആ ഷെയർ ചെയ്യുന്ന മെമ്മറി സ്പേസിൽ തന്നെ ഓരോ ഡാറ്റകൾക്കും സേവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത വ്യത്യാസം എന്ന് പറഞ്ഞാൽ എനി മെമ്പർ ക്യാൻ ബി റിട്രീവ്ഡ് അറ്റ് എനി ടൈം ഇൻ സ്ട്രക്ചർ നിങ്ങൾ കണ്ടു. ഓരോ മെമ്പറിനെ അറ്റ് എ ടൈം എടുത്തുകൊണ്ടിരിക്കാം. യൂണിയനിൽ അങ്ങനെയല്ല, അറ്റ് എ ടൈം ഒരു മെമ്പറിന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് 1 മെമ്പർ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവറൽ മെമ്പേഴ്സ് ഓഫ് എ സ്ട്രക്ചർ ക്യാൻ ബി ഇനീഷ്യലൈസ്ഡ് അറ്റ് വൺസ്. കുറേ മെമ്പേഴ്സ് നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും. യൂണിയനിൽ ഫസ്റ്റ് മെമ്പർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് ഓഫ് ദ സ്ട്രക്ചർ ഈസ് ഈക്വൽ ടു ദി സൈസ് ഓഫ് ദി ഈച്ച് മെമ്പർ. അതായത് ഒരു സ്ട്രക്ചറിന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻറ്റിജർ ഡാറ്റ ഉണ്ട്, ഒരു ഫ്ലോട്ടിംഗ് ഡാറ്റ ഉണ്ട്, ഒരു ക്യാരക്ടർ ഡാറ്റ ഉണ്ട് വിചാരിച്ചോ. അപ്പോൾ ഈ ഇൻറ്റിജർ ഡാറ്റയുടെ സൈസ്, ഫ്ലോട്ടിംഗ് ഡാറ്റയുടെ സൈസ്, ക്യാരക്ടർ ഡാറ്റയുടെ സൈസ്, ഇത് മൊത്തം കൂട്ടിയിട്ടാണ് ഒരു സ്ട്രക്ചറിന്റെ സൈസ് എന്ന് പറയാം. പക്ഷേ യൂണിയന്റെ സൈസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ഡാറ്റയിലും ഏറ്റവും കൂടുതൽ വലിപ്പം വരുന്നത് ഏത് ടൈപ്പാണ്. ഇപ്പോൾ ക്യാരക്ടറിന് 1 ബിറ്റ് മതി, ഇൻറ്റിജറിന് 2 ബൈറ്റ് അല്ലെങ്കിൽ 4 ബൈറ്റ് വേണ്ടി വരും, ഫ്ലോട്ടിങ്ങിനായിരിക്കും കുറച്ചുകൂടി വേണ്ടി വരും, അല്ലെങ്കിൽ ഡബിൾ എന്ന് പറയുന്ന സാധനത്തിനൊക്കെ ആയിരിക്കും കൂടുതൽ വേണ്ടി വരിക. അപ്പോൾ അത്രയും സൈസ് കൂടുതലുള്ള ഒരു എലമെന്റിന് ഏതാണ് സൈസ് കൂടുതലുള്ള അതിന്റെ സ്പേസ് ആയിരിക്കും എല്ലാവർക്കും കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരു ഫയൽ ഷെയറിംഗ് ആണ് വ്യത്യാസം വരിക. അപ്പോൾ ഇതേ സെയിം മെത്തേഡുകൾ തന്നെ ഉപയോഗിക്കുന്ന കീവേഡ് സ്ട്രക്റ്റിന് പകരം യൂണിയൻ ആവും. ബാക്കി വ്യത്യാസങ്ങളൊന്നുമില്ല. ഒരു മെമ്മറി സ്പേസ് ഷെയർ ചെയ്യുന്നതുകൊണ്ട് മെമ്മറി കുറച്ച് ഉപയോഗിക്കും. അപ്പോൾ അത് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ എറേഴ്സ് വരാനൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ നമുക്കൊരു ചെറിയ പ്രോഗ്രാം അതിന്റെ ഫാസ്റ്റ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ 30 മിനിറ്റ്സ് ലാഗിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ഒരു സിമ്പിൾ പ്രോഗ്രാമാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളതിൽ കൺട്രോൾ ഡിലീറ്റ്, ഓക്കെ, പ്രിന്റ് ചെയ്യിപ്പിച്ചു. സ്ട്രക്ട് എന്ന് പറഞ്ഞൊരു കീവേഡ് ഉപയോഗിച്ചു. അതിൽ പേഴ്സൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഒരു ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് ഉണ്ട്. പിൻകോഡ് എന്ന് പറയുന്നത് 6, ഒരു അറേ. പിൻകോഡ് എന്ന് പറഞ്ഞ ഒരു അറേ ഉണ്ട്, 6 ക്യാരക്ടേഴ്സ് ആണ് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 ബൈറ്റ് വെച്ചിട്ട് 6 ബൈറ്റ്സ് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം വേണ്ടി. ഇൻറ്റ് ഏജ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ബൈറ്റ് ആണ് ശരിക്കും വരിക. 64 ബിറ്റ് കമ്പ്യൂട്ടറൊക്കെ ആണെങ്കിൽ 4 ബൈറ്റ് വരും. അപ്പോൾ 4 ബൈറ്റ്സ് ആയിരിക്കും. ഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡബിൾ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8 ബൈറ്റ്സ് ആയിരിക്കും വരിക. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിന്റെ കാറ്റഗറി സൈസ് വരുന്നത്. ഇനി യൂണിയൻ എംപ്ലോയി എന്ന് പറയുന്നത് ക്യാരക്ടർ, ഇതേപോലെ തന്നെ സെയിം മെത്തേഡ്, ക്യാരക്ടർ, പിൻകോഡ്, ഏജ്, ഡബിൾ സാലറി എന്നുള്ള രീതിയിൽ സെയിം ഡാറ്റ ടൈപ്പ് തന്നെ ഡിഫൈൻ ചെയ്തു വെച്ചു. അപ്പോൾ സ്ട്രക്ചറിന്റെ ഉള്ളിലും യൂണിയന്റെ ഉള്ളിലും സെയിം ഡാറ്റാസ് ഡിഫൈൻ ചെയ്തു. അതിനുശേഷം നമ്മൾ അതിന്റെ കീവേഡ്സ് ഉപയോഗിച്ചു. ഒരെണ്ണത്തിന് പി എന്നും ഒരെണ്ണത്തിന് ഇ എന്നും വിളിച്ചു. അപ്പോൾ അതിനുശേഷം അതിന്റെ സൈസ് പ്രിന്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സ്ട്രക്ചറിന്റെ സൈസ് ആണെന്ന് വെച്ചാൽ ഇതിനെല്ലാം കൂടിയിട്ട് വരുന്നത് 8 + 6 + 4 8 6 12 18 ബൈറ്റ്സോളം വരും. മറ്റേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മാക്സിമം സൈസ് കൂടിയത് 8 ആണ്. അപ്പോൾ ആ 8 ബൈറ്റ്സ് മാത്രമേ വരുള്ളൂ. അപ്പോൾ സ്ട്രക്ചറിന്റെ സെയിം കൺസെപ്റ്റ് തന്നെ ഫയൽ ഷെയറിംഗ് ഉള്ളതുകൊണ്ട് സൈസ് കുറച്ച് ഉപയോഗിക്കുള്ളൂ. അതാണ് യൂണിയന്റെ വ്യത്യാസം. നമുക്കൊന്ന് ജസ്റ്റ് കമ്പൈൽ ചെയ്ത് റൺ ചെയ്ത് നോക്കാം. സേവ് ചെയ്യട്ടെ.
ഓക്കെ, കമ്പൈൽ ചെയ്തു. കുറച്ച് എറേഴ്സ് വാർണിങ്സ് ആണ് പറയണത്, കുഴപ്പമില്ല. റൺ ചെയ്ത് നോക്കാം. ക്ലിയർ ചെയ്യിച്ചു. ./a.out. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈസ് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 24. അപ്പോൾ ബാക്കി എംപ്ലോയിയുടെ സൈസ് എന്ന് പറയുന്നത് 8. അപ്പോൾ നമുക്കതിന് മനസ്സിലാവും എംപ്ലോയി യൂണിയനാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സെയിം ക്യാരക്ടേഴ്സ് ഉപയോഗിക്കാൻ 8 ബൈറ്റ് ഉപയോഗിച്ചുള്ളൂ. സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ സൈസ് ഉപയോഗിക്കേണ്ടി വന്നു. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇതിവിടെ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾ ഇൻറ്റിജർ ഡാറ്റ സിസ്റ്റത്തിൻ്റെ വോയിസ് മാറുന്നതിനനുസരിച്ച് സ്റ്റാൻഡേർഡ് മെത്തേഡുകളൊക്കെ മാറും. ഇപ്പോൾ നമ്മളിവിടെ കൂട്ടുമ്പോൾ 8, 6, 4, 10, 18 കിട്ടണുള്ളൂ. അതിൽ ഇതിൻ്റെ സൈസ് കൂടിയിട്ടുണ്ടാവും. ക്യാരക്ടറുടെ ആയിട്ട് സ്റ്റോർ ചെയ്യണത് 12 ആയിട്ടുണ്ടാവും. അങ്ങനെയാണ് വരുന്നത്. അതെ, 32 ബിറ്റിലാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ 1 ബൈറ്റ് സ്റ്റോർ ചെയ്ത് വരിക. മറ്റേതാകുമ്പോൾ 2 ബൈറ്റ് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ 6 × 2 12 ബൈറ്റ്. ക്യാരക്ടറിന് സ്റ്റോർ ചെയ്യാൻ 12 ബൈറ്റ്, മറ്റേന് 4 ബൈറ്റ്. ഡബിൾ ഡാറ്റ ടൈപ്പ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് 8 ബൈറ്റ്. അതിൽ 8 ബൈറ്റ് മാത്രമാണ് ഇതിന് ഉപയോഗിച്ചത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇതിൻ്റെ കാണാൻ പറ്റും. അപ്പോൾ യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചർ പോലെ തന്നെ ഫയൽ മെമ്മറി ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. മെമ്മറി കുറച്ച് മതി. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് കൂടിയും ക്ലിയർ ആക്കി വയ്ക്കുക. അതോടുകൂടി നമ്മൾ ഈ ടോപ്പിക്ക് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി അടുത്ത് നമുക്ക് 5th മൊഡ്യൂളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ പോയിന്റേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.